അപ്പൊ ഇന്നിപ്പോ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് നല്ലൊരു നാടൻ രണ്ട് വിഭവങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് കറി, തനി നാടൻ വിഭവമായിട്ടുള്ള നമ്മളെ മുരിങ്ങയില പരിപ്പിട്ട് കറി വെച്ചത് കുറേ ദിവസമായി. പിന്നെ നമുക്ക് എന്താ വെച്ചാല് ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു പച്ചടി, തൈരൊക്കെ ഒഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് സിദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വെച്ചാൽ നല്ല നാടൻ മുരിങ്ങയിലാണ് ഞാൻ അപ്പോൾ പറിച്ച് കൊണ്ടുവന്നു. മുരിങ്ങയിലേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പറമ്പിൽ ഇവിടെ സൈഡിലുള്ള തന്നെയാണ്. ഇനിയിപ്പോൾ അതിൽ അമ്മ അത് നന്നാക്കട്ടെ. ഇലയ്ക്കൊന്ന് ഊരിയെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ് നമുക്ക് പരിപ്പിട്ടുള്ള കറിയല്ലേ. അപ്പം അമ്മ ഇതാ മുരിങ്ങയില ഇതൊക്കെ ഊരി അങ്ങനെ എടുക്കുകയാണ്. ഇതൊരു പാകത്തിനേ ഉള്ളൂ ഞങ്ങൾക്ക്, വളരെ കുറച്ച്. അപ്പോൾ ഞാൻ ചില അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ടാണല്ലോ, അപ്പോൾ തേങ്ങ ഇവിടെ ചിരകി എടുക്കട്ടെ. ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം അത് ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് പരിപ്പ്, അപ്പോൾ അതവിടെ അരച്ച് വെച്ചു. ഈ പരിപ്പ് അത് വെള്ളത്തിലൊന്ന് കുതിർത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാനുള്ളതാണ്. പരിപ്പിട്ട കറി അതാണല്ലോ അതിൻ്റെ ഒരു. അപ്പം ഇനി കുക്കറിൽ പരിപ്പ് മാത്രം നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് വേവിച്ച് എടുക്കാം. ഇനി നമ്മൾ പരിപ്പ് വേവിച്ച ശേഷം ഈ ചട്ടിയിലേക്ക് ഒരു 3 വിസിൽ കഴിഞ്ഞ ശേഷമാണ്, അത്യാവശ്യം വെന്തിട്ടുണ്ട്, ഈ ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. പരിപ്പ് മാത്രം നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതാ വീണ്ടും അടുപ്പൊന്ന് ചെറിയ തീയിൽ കത്തിച്ച് ഇനി നമുക്ക് മുരിങ്ങയില ഊരി വെച്ചതൊക്കെ അത് അതിൽ ചേർക്കാം. പിന്നെ ആ പരിപ്പ് വെച്ച വെള്ളം, വേവാൻ വെച്ച വെള്ളം അത് മതിയല്ലോ. അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇപ്പോൾ അത്രയാണ് നമ്മൾ അതിൽ ചേർത്ത്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ മുരിങ്ങയില എളുപ്പം വേവും. അത് നല്ലൊരു നാടൻ കറി. കുറേ ദിവസമായി മുരിങ്ങയില ഞങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ അത് അരച്ചു വെച്ചത് ഞാൻ ചേർക്കാം. ഇല വെന്തിട്ടുണ്ട്, വെള്ളം എല്ലാം പാകത്തിനാണ്, നല്ല പാകം. ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിടാം. അപ്പോൾ നമ്മൾ കറി അതിവിടെ റെഡിയായി. ഇനി ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി, അത്ര എളുപ്പമുണ്ട്. ഒരു വെജിറ്റേറിയൻ ഊണ്. നമുക്ക് 2 ചെറിയ ബീറ്റ്റൂട്ട്, അധികം വലിപ്പമില്ല, പിന്നെ പച്ചമുളകുണ്ട് നമുക്ക് അരയ്ക്കാനുള്ളത്. ബീറ്റ്റൂട്ട് ഇനി നമുക്കൊന്ന് അതൊക്കെ ഒന്ന് തോലിയെത്തി കഴുകി നമുക്ക് ഒന്നുണ്ട് നുറുക്കിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് നല്ല രസമാണ്. നമ്മൾ വറവിടാതെ സാധാരണ പോലെ നമ്മളൊരു ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ അങ്ങനെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. എണ്ണ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇത് മാത്രം ഞാൻ അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഏതായാലും ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ പതിക്ക് നമുക്ക് വേണ്ടത് തൈരാണ്. തൈരോ മോരൊക്കെ ആവാം. തൈരാകുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടയും കിട്ടും. അപ്പോൾ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്,
ഇതാ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതാ അരച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിൽ ഇതാ ഈ ഒരു പാത്രത്തിലാക്കി വയ്ക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളിത് വറവ് ഇടുന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ വറ്റൽമുളക് ഒക്കെ ചേർത്ത് നമുക്ക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പം നമ്മളെ മുരിങ്ങയില പരിപ്പ് കറി, പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, അപ്പോൾ പപ്പടാദ്യം കൊടുക്കാം. പിന്നെ ബീറ്റ്റൂട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വളരെ സിമ്പിളായിട്ട് ഒരു വെജിറ്റേറിയൻ ഊണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.